ആദ്യത്തെ സമ്മേളനം നടന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം സമ്മേളനം ഉണ്ടാക്കിയ ഒരുപാട് അലയൊലികളുണ്ട് സാമൂഹ്യ ജീവിതത്തിൽ. നാം പിന്നിട്ട ഈ സമ്മേളനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ സംഘടനയുടെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് എല്ലാ യൂണിറ്റുകളിലും സംഘടനയുണ്ടോ? എല്ലാ പഞ്ചായത്തുകളിലെയും കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ടോ? ഏരിയ കമ്മിറ്റികൾ ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയണം. പ്രവാസികൾ അവരേത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും നമുക്ക് നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. പ്രാദേശികമായിട്ട് ലീഗോ കോൺഗ്രസോ ഒക്കെ ആവട്ടെ, പക്ഷേ ഈ നമ്മളിവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങളോട് പോസിറ്റീവായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എങ്കിൽ നമുക്ക് അവരെ നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവരാം. അതാണ് സംഘടനയുടെ പൊതുവായിട്ടുള്ള നിലപാട്. പ്രവാസികളെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനവും ഉണ്ടാവാൻ പാടില്ല. ഇപ്പം നാട്ടിൽ നിങ്ങൾ പ്രവാസി കുടുംബങ്ങളെ അവരുടെ മക്കൾ പരീക്ഷയിൽ നല്ല വിജയം നേടിയാൽ സ്വീകരണം നൽകാറുണ്ട്, ആദരിക്കാറുണ്ട്. അതിലൊന്നും ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല. ആ കുടുംബങ്ങൾ മറ്റേത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരാവട്ടെ, പ്രായം ചെന്ന ദീർഘവർഷങ്ങൾ പ്രവാസ ജീവിതം നയിച്ച ഒരാളെ നമ്മൾ ആദരിക്കുമ്പോൾ അയാൾ ലീഗാണ്, അതുകൊണ്ട് മാറ്റി നിർത്താം, അത് പാടില്ല. ആ നിലയിൽ എല്ലാ വിഭാഗം പ്രവാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ഏകീകൃതമായിട്ടുള്ള ഏറ്റവും ശക്തമായ സംഘടന എന്ന നിലയിൽ നാം കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ മെമ്പർഷിപ്പ് നമ്മുടെ സാധ്യതയുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. കൂടുതൽ വിപുലമായ സുശക്തമായ ഒരു പ്രവാസി സംഘടന ഈ നാട്ടിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. എനിക്ക് സ്വാഗത പ്രാസംഗികൻ ഗോവിന്ദപ്രസാദ് നടത്തിയൊരു പരാമർശം വളരെ ശ്രദ്ധേയമായി തോന്നി. എന്താണെന്നറിയോ? ഇവിടെ ഇങ്ങനെ സമ്മേളനം, അതിൻ്റെ അലങ്കാരം, അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നടത്താൻ പൊതുപ്രസ്ഥാനത്തിൻ്റെ ഇടപെടലൊന്നും വേണ്ടി വന്നില്ല എന്നുള്ളത് പ്രവാസി സംഘടനയുടെ വളർച്ചയെ കാണിക്കുന്നുണ്ട്. അതെല്ലായിടത്തും അങ്ങനെ പറയാൻ കഴിയട്ടെ. കാരണം ഇപ്പോൾ ചില സംഘടനകളൊക്കെ പാർട്ടി തന്നെ അല്ല, പ്രവാസികൾ തന്നെ പ്രവാസി സംഘടനാ രംഗത്തിൻ്റെ എല്ലാ മേഖലയിലും വളർന്നു വരട്ടെ. അവർക്ക് ആ മേഖലകളിൽ നന്നായി ശോഭിക്കാൻ കഴിയും. പ്രവാസികൾക്കൊരു പ്രത്യേകത, സാർവദേശീയ തലത്തിൽ ഉള്ള ഒരു അനുഭവ പരിജ്ഞാനം, ബന്ധം പ്രവാസികൾക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും മനുഷ്യരുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഒരു ലോകബന്ധം, ഒരു ലോക പരിചയം, ലോക സംസ്കാരങ്ങളുമായിട്ടുള്ള ഒരു കൊള്ളക്കൊടുക്ക ഉണ്ടാകുന്നുണ്ട്. അത് പ്രവാസി സംഘം പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലസ് ആവേണ്ടതുണ്ട്. കൂടുതൽ വായനയിലൂടെ, കൂടുതൽ പരിശീലനത്തിലൂടെ നമുക്ക് പ്രവാസി പ്രവർത്തകർക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള ചുമതലകളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ പൊതുപ്രസ്ഥാനത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ ഒരു 8 വർഷക്കാലം, ഏതാണ്ട് 8 വർഷക്കാലം വിദേശത്ത് ജോലി ചെയ്ത ആളാണ്. ഏതാണ്ട് 17 വയസ്സിൽ പോയി 23 വയസ്സിൽ നാട്ടിൽ വരാതെ ഒറ്റ നിപ്പ് നിന്ന് തിരിച്ചു വന്ന ഒരാളാണ്. പ്ലാനിങ് ഒന്നുമല്ല, തിരിച്ചു വരാൻ പറ്റാവുന്നതാണ്. ഒരു പ്ലാനിങ്ങും അല്ല, ഒരു മാർഗവും ഉണ്ടായില്ല, അതാണ്. പക്ഷെ ആ ഒരു നിപ്പ് യഥാർത്ഥത്തിൽ ഞാനൊരു
തുറന്നു പറയാം, ഞാൻ അക്കാദമികമായിട്ട് വലിയ യോഗ്യതയുള്ള ആളല്ല. പക്ഷേ അവിടെ വിവിധ ഭാഷകളുമായി പരിചയപ്പെടുക, നമ്മൾ ചെന്നെത്തിപ്പെട്ട സ്ഥലത്ത് വായനയുടെ ഒരു പുതിയ ലോകം ഉണ്ടാക്കുക, അതൊക്കെ വഴി തിരിച്ചു വന്നപ്പോൾ DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി മുതൽ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവും ഇപ്പോൾ ഈ ചുമതലയും ഒക്കെ ഏറ്റെടുക്കാൻ എനിക്ക് ശക്തിയായത് പ്രവാസ ജീവിതമാണ് എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ അനുഭവങ്ങളുണ്ട്. അത് സാമൂഹ്യ രംഗത്ത് മറ്റെല്ലാ മേഖലയിലും നന്നായിട്ട് പ്രയോഗിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാസി സംഘടന കൂടുതൽ കരുത്തുറ്റതാക്കി നമുക്ക് നമ്മുടെ ദൗത്യം നന്നായി പൂർത്തീകരിക്കാൻ കഴിയട്ടെ. 7ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം, അതിൻ്റെ എല്ലാ നടപടികളും ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.